ഉത്രത്തിൻ്റെ അവസാനവും അത്തവും ചിത്രയുടെ ആദ്യ വിഭാഗം കൂടുന്ന കന്നിക്കൂറും. കന്നിക്കൂറുകാർക്ക് 10ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 7ൽ ശനി കണ്ടകശനി ആയിട്ടുണ്ട്. 12ാമിടത്ത് കേതുവാണ്. 6ാമിടത്ത് രാഹുവാണ്. ഈ 7ലെ ശനി കണ്ടകശനിയാണ്. ഇത് 2.5 വർഷത്തേക്കാണ്. അത് ഈ 1 വർഷം കൊണ്ട് മാറുന്നതല്ല. ശനിയുടെ പകർച്ച 1 വർഷം ആയതുകൊണ്ട് കണ്ടകശനിയുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക, നീലാഞ്ജനം കഴിക്കുക, അയ്യപ്പനെ തൊഴുക, ഗണപതിയെ തൊഴുക, ഹനുമാൻ സ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുക. ഇതൊക്കെ കണ്ടകശനിക്കാർ ചെയ്തുകൊണ്ടിരിക്കുക. ദുരിതങ്ങളൊന്നും അസുഖങ്ങളൊന്നുമില്ല. ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. രാത്രികാലങ്ങളിലെ സഞ്ചാരങ്ങളൊക്കെ സൂക്ഷിക്കുക. അതൊക്കെ ചെയ്തു പോകണമെന്ന് വളരെ നല്ലതാണ്. അതൊക്കെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് 10ലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 11ാമിടത്തേക്ക് വ്യാഴം വരും. 11ാമിടത്തേക്ക് വ്യാഴം, കർക്കിടകത്തിലെ വ്യാഴം ഉച്ചബലവാനാണ്. വളരെ ഗംഭീരമാണ്, ഉച്ചബലമാണ് വ്യാഴത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഐശ്വര്യപ്രദമായ കാര്യങ്ങളും ഒരുപാട് നന്മകളും നിറഞ്ഞ കാലഘട്ടവും അവർക്കേക്ക് വ്യാഴപ്പകർച്ച ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം 2026 ജൂൺ മാസം 2-ാം തീയതി ഇടവമാസം 19-ാം തീയതിക്ക് ശേഷം ഈ കന്നിക്കൂറുകാർക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നീണ്ട 1 വർഷക്കാലമാണ്. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ട പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ഒരുക്കി വെക്കാം, കാര്യങ്ങൾ ഒരുക്കി വെക്കാം, യാത്രകൾ ഒരുക്കി വെക്കാം, നല്ല നല്ല സമ്പത്ത് മുടക്കണ സംഭവങ്ങൾ ഒരുക്കി വെക്കാം. പൊതുവെ അങ്ങോട്ട് നമുക്ക് ലാഭത്തെ നേടിത്തരുന്ന, നന്മയെ തേടിത്തരുന്ന, ഐശ്വര്യത്തെ നേടിത്തരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇപ്പം നിലവിൽ അനുഭവിക്കുന്നതിലും കൂടുതലായിട്ട്. അപ്പം അതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വരുന്ന 1 വർഷം നല്ലതായതുകൊണ്ട് ആ സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തൊക്കെ നിങ്ങളുടെ പ്ലാനുകളുണ്ടോ അതൊക്കെ അങ്ങ് ഒരുക്കി വെച്ചോളൂ, നടന്നോളൂ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്.